കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ട് അതിൽ ഇൻവോൾവ് ആയിട്ട് കയ്യിൽ നിന്ന് പോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ബുദ്ധിമുട്ടിയ ഒരു സംഭവമുണ്ട്. അതായത് അനിയത്തി പ്രാവില് ആ ലാസ്റ്റ് ഇവർ ബീച്ചിൽ പറയുന്ന ഒരു സീനുണ്ട്, ബീച്ചിൽ സംസാരിക്കുന്ന ഒരു സീനുണ്ട്. ഇതിൽ നിന്ന് പിന്തിരിയാം ആ പറയില്ലേ, നമുക്ക് പിരിയാം എന്ന് പറയുന്നില്ലേ. സുധേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വെറുതെ നമുക്ക് നമുക്ക് പിരിയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബീച്ചിൽ വന്നിട്ട് കടപ്പുറത്ത് നിന്ന് കുറേ നേരം നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ ശാലിനി. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന കുറെ നല്ലവരുണ്ട് ഞങ്ങളുടെ വീടുകളിൽ. അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം ഇതേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സീന്. പിന്നെ ക്ലൈമാക്സിൽ അതും കഴിഞ്ഞിട്ട് ഒരു സീൻ ഉണ്ടെന്ന് തോന്നുന്നു ശാലിനിക്ക്, കുറച്ച് ഇമോഷണലായിട്ട് പറയുന്നത്. അപ്പോൾ ആ സീനൊക്കെ കണ്ടിട്ട് ആദ്യം നമ്മളൊന്ന് സീനിട്ട് കാണിക്കുമല്ലോ. ഫാസിൽക്ക കുറച്ച് ആ സീനിലേക്ക് ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട് ഇട്ട് കാണിച്ചിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. അത് എത്ര പ്രാവശ്യം ഇട്ടാലും സങ്കടം വന്നുകൊണ്ടിരിക്കാം. അത്രയ്ക്കും ഒരു ഡെപ്താണല്ലോ, നമുക്കറിയാലോ ആ ഫിലിമിൻ്റെ ഒരു നമ്മളെ എത്രമാത്രം അത് ഹോൾഡ് ചെയ്യുന്നുള്ളത്. അന്ന് എനിക്ക് ഡബ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പിറ്റേ ദിവസം വന്നിട്ടാണ് അപ്പോൾ മനസ്സിലായി ഏകദേശം ഓക്കെ കൺട്രോൾ ആവണമെന്ന് വെച്ചാൽ അങ്ങനെ ഡബ് ചെയ്തു. പക്ഷെ എന്നിട്ട് ആ സിനിമ കണ്ടപ്പോൾ അതേ സമയത്ത് കരച്ചിൽ വന്നു. അത്